കേരളത്തിൽ നോർമലി എല്ലാവർക്കും അറിയാം ഫുട്ബോൾ എങ്ങനെയാണ്. എല്ലായിടത്തും ഒരു മേള പോലെ, ഒരു ഫെസ്റ്റിവൽ പോലെയാണ് നടക്കുന്നത്. എവിടെയും നമ്മളിപ്പോൾ റോട്ടിലൂടെ നടന്നു പോകുന്നവരൊരു മാങ്ങയുടെ അണ്ടി കണ്ടാൽ നമ്മൾ കൈകൊണ്ട് എടുക്കില്ല, കാലുകൊണ്ട് തട്ടും. അത് മനുഷ്യന് ആ കാലുകൊണ്ടുള്ള ഒരു തട്ട് എന്ന് പറയുന്നത് അവൻ്റെ ഒരു ഇൻബോൺ സാധനമാണെന്നാണ്. So sevens football is something which is really hard to explain until you come and watch the match yourself. Sevens football is a shorter version of the 11th football, which makes it very easy for anybody to adapt and play. The ground is very small. You have your own set of rules for sevens. It's a bit different from 11s. That kind of freedom gives you more hope to sort of, play the game and enjoy the sport as ever you please. And even back in school, growing up, we have really short grounds. So all the school grounds in Kerala are in the size for a sevens football match. So we have grown playing sort of sevens. കേരളത്തിൽ 11s ഫുട്ബോളിനേക്കാൾ കൂടുതൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളാണ് നടന്നു വരുന്നത്. ഓരോ വർഷവും ഓരോ ഫുട്ബോൾ സീസണിലും അതായത് നവംബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ 40 ടൂർണമെൻറ്റുകളിൽ അധികം സെവൻസ് ഫുട്ബോൾ കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭവിഹിതം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സോഷ്യൽ വർക്കിനൊക്കെയാണ് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 20 സ്ക്വയർ കിലോമീറ്ററിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഒരു ടൂർണമെൻറ്റ് കാണാൻ പറ്റും. അത് വൈകുന്നേരമാകുമ്പോൾ അത് അവരൊരു ആവേശമായിട്ട് ഭയങ്കരമായിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിക്കുന്നൊരു വികാരം തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ടീമുകളുണ്ട്, ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സ് ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് ടീമുകളെ സ്പോൺസർ ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് ആ ഒരു ലെവലിലേക്ക് ഒന്ന് ആഹ്ലാദിച്ച് എല്ലാം മറന്നിട്ട് കുറച്ച് സമയം ഒരു 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ അത്രയും സുഖകരമായിട്ട് ആസ്വദിച്ചിട്ട് എല്ലാം മറന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റും. ഏകദേശം ഒരു 10,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള താൽക്കാലിക ഗ്യാലറിയൊക്കെ സംവിധാനിച്ചിട്ട് വളരെ പ്രൊഫഷണൽ ലുക്കോടുകൂടി സംവിധാനിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. അതിൽ വളരെ വാശിയേറിയ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദേശ താരങ്ങളടക്കം ഒരു ടീമിൽ 3 വിദേശ താരങ്ങൾക്ക് കളിക്കാനുള്ള അനുമതി നിലവിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കളി കാണുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഫുട്ബോൾ താരങ്ങളുടെ കളിയൊക്കെ കാണുന്നതിന് വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ സെവൻസ് ഫുട്ബോളിനെയാണ്. There are two kinds of people who play a sevens football. One are the local people from Kerala, and the other is these people who are coming from abroad countries. For the local people who are in Kerala, they do a ton of stuff like any other common man would do. They might be driving a rickshaw, they might be somebody who's working as a taxi driver. People from all walks of life come to play sevens football. By the morning they might be a normal common man, but at the end of the day they become a legend in sevens football. അത് ഞാൻ ഒരു സെവൻസ് ഫുട്ബോൾ എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ഒന്ന് ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ക്രൗഡിൻ്റെ മുന്നിൽ കളിക്കുക എന്നുള്ളതായിരുന്നു. നല്ല ക്രൗഡിൻ്റെ മുന്നിൽ വെച്ച്, കാരണം അവിടെ എല്ലാ ഏത് സെവൻസ് ഫുട്ബോളാണെങ്കിലും അവിടെ എല്ലാം നല്ല ക്രൗഡ് ഉണ്ടാവും. ഒന്നതായിരുന്നു. 2 ഒരു ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ കളിക്കുക എന്നുള്ളത്. സെവൻസിൽ ഞാൻ സ്ഥിരമായിട്ടൊരു ടീമിന് കളിക്കായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഒരു മാനേജറെ പരിചയപ്പെട്ട് സ്ഥിരമായിട്ടൊരു ക്ലബ്ബിൽ കളിക്കായിരുന്നു. അപ്പോൾ ആ സ്ഥിരമായിട്ട് കളിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കുറച്ചൊക്കെ പേർക്ക് അറിയാം
പിന്നെ സെവൻസ് എന്ന് പറഞ്ഞാൽ ചില ദിവസം നന്നായിട്ട് ഫോമായി കളിക്കാൻ കഴിയും, ചില ദിവസം കൂടുതൽ റഫാണ് ഉണ്ടാവുക മാച്ചിൽ. അപ്പോൾ ഈ റഫ് കളിക്കുമ്പോൾ ചില ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാവും കളിക്കാൻ, ഐഡിയ ഒക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു സെവൻസും ഇലവൻസും തമ്മിൽ ശരിക്കും സിനിമയും നാടകവും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. സെവൻസ് ശരിക്കും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളോട് ഡയറക്റ്റ് സംവദിക്കുന്ന മാതിരി ഉണ്ടാവും. ഇലവൻസ് കുറേയും കൂടിയൊക്കെ ഒരു വൈഡർ ഓഡിയൻസിനാണ് അവർ കാണുക. ഒരു പക്ഷേ പലരും തിരിച്ചറിഞ്ഞോളണമെന്നില്ല. സെവൻസിൽ ശരിക്കും സ്റ്റേജിൽ നിന്ന് നേരിട്ട് ഓഡിയൻസിനെ കാണുന്ന ഒരു സുഖത്തോടു കൂടി കളിക്കാരനും തിരിച്ച് കളിക്കാരനെയും ആ ഒരു അർത്ഥത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരോട് സഹകരിക്കാനും സംവദിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. So when, let's say, somebody hits a goal or has a penalty, the entire crowd goes, crazy when it comes to their personal favorites. So if there is a penalty and they think it's wrong, the crowd really gets mad and starts shouting at the referees. It's very vocal, and it's not so gentle, but it's very harsh as well. I mean, any player who is playing here can get the real-time feedbacks of what the people think about his game. ഈ ഗ്രൗണ്ടിന് പറയാനുള്ള കഥ, IM വിജയൻ ഇതിൻ്റെ തുടക്കത്തിൽ കളിച്ചു വളർന്ന ഒരു ഗ്രൗണ്ടാണ്. അനസ് എഡിയത്തോടെ ഇവിടെ കളിച്ചിട്ടുണ്ട്, ജോപോൾ അഞ്ചേരി ഇവിടെ കളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ സ്റ്റാർ ആവുന്നതിന് മുമ്പേ തന്നെ വലിയ രീതിയിൽ ഈ ഗ്രൗണ്ടിൽ കളിക്കുകയും ഇതേപോലെ മറ്റ് ഗ്രൗണ്ടുകളിലും എല്ലാ ഗ്രൗണ്ടുകളിലും കളിച്ചു വളർന്നിട്ടാണ് പിന്നീട് ബാഷിക്കർണിയൻ ഇപ്പോഴുള്ള ഈ പുതിയ താരങ്ങളൊക്കെ തന്നെയും അവർ വളരാൻ വേദിയാക്കിയത്, അല്ലെ വളരാനുള്ള അവരെ പെർഫോം കാണിച്ചു കൊടുക്കാൻ വേദിയാക്കിയത് സെവൻസ് ഗ്രൗണ്ടുകൾ തന്നെയാണ്. അത് അവരാരും നിഷേധിക്കുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സെവൻസ് കളിച്ചതിൽ എനിക്ക് കിട്ടിയതെന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യം. ഒന്ന്, പേടി മാറി കളിക്കാമെന്നുള്ള, ഒരു പ്ലെയർ ടാക്കിൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു പേടി പോലും മാറി. അതുപോലെ ടഫായി കളിക്കാനും ഷീൽഡ് ചെയ്യാനും മെയിനായിട്ട് അതാണ് സെവൻസിൽ മെയിനായിട്ട് അതാണ് ചെയ്യേണ്ടത്, ഈ 3 കാര്യങ്ങൾ. അപ്പോൾ അത് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു, അറിയില്ല. സെവൻസ് ഫുട്ബോളിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ പുതിയ ഫുട്ബോൾ കളിക്കാരെ വാർത്തെടുക്കുക തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രദേശത്ത് ഈ ഫുട്ബോളിനോടുള്ള ആവേശം അത് കെടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. In Kerala, you really don't have any opportunity for talents like Anas to have that kind of a visibility where a coach or a mentor or a manager somewhere sitting can spot this guy and give him a trial or something. Any football fan out there in India and abroad should be able to watch and appreciate the matches which are happening in Kerala. എല്ലാ ഗ്രൗണ്ടുകളിലും ആളുകൾ, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾ, തിങ്ങി നിറയുന്ന ഗാലറികളെ കാണാൻ സാധിക്കും. അവർ നന്നായി ഫുട്ബോൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഫുട്ബോളിൽ കൂടി നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജ് തന്നെ ഫുട്ബോൾ സമാധാനത്തിന് എന്നുള്ളതാണ്. ഫുട്ബോളിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒന്നിച്ച് അതിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് മുഹമ്മദ് യാസീൻ. ഞാൻ പെനാൽറ്റി ഷൂട്ട് അടിക്കാറുണ്ട്.